മുതിരേരി കാവിൽ നിന്നും തിരുമേനി വാൾ കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാൾ കൊണ്ടുവരുമ്പോൾ പുറകോട്ട് നോക്കുകയോ സംസാരിക്കുകയോ ചെയ്യുകയില്ല. അതുപോലെ തന്നെ പോലീസുകാരും മീഡിയക്കാരും പുറകിലും മുന്നിലുമായിട്ട് ഉണ്ട്. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന ആചാരങ്ങളാണ് മുതിരേരി കാവ്. സതി വിയോഗത്താൽ കോപം പൂണ്ടു നിന്ന മഹാദേവന്റെ തിരുജടയിൽ നിന്നും പിറവിയെടുത്ത വീരഭദ്രൻ ദക്ഷന്റെ ശിരസ് അറുത്തെടുത്ത ശേഷം വലിച്ചെറിഞ്ഞു വീണ വാൾ ചെന്നു വീണ സ്ഥലമാണ് മുതിരേരി കാവ് എന്നാണ് ഐതിഹ്യം. എവിടെയും വിശ്രമിക്കാതെയാണ് തിരുമേനി വാൾ കൊട്ടിയൂരേക്ക് കൊണ്ടുപോകുന്നത്. പാൽച്ചുരത്തിന് താഴെ കാടുകൾ പച്ചപ്പിൻ്റെ കുട ചൂടി നിൽക്കുന്ന കാഴ്ചകളും കാണാൻ കഴിയും. അരുവികൾ താളം പിടിക്കുമ്പോഴാണ് കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവത്തിന് തുടക്കമാവുക. പ്രകൃതി ഭാവങ്ങളുടെ വേഷപ്പകർച്ചയിൽ ഓലക്കുട ചൂടിയും കാലങ്ങൾക്ക് മുമ്പേ ഈ യാഗപാർണശാലയിൽ തീർത്ഥാടകർ എത്തിയിരുന്നു. പ്രകൃതിയും മനുഷ്യരും ഒന്നാവുന്ന കാഴ്ച കൊട്ടിയൂരിൻ്റെ മണ്ണിൽ കാണാൻ കഴിയും. പ്രകൃതിയിലേക്കുള്ള തീർത്ഥാടനമാണിത്. ഓലമേഞ്ഞ ദൈവപ്പുരകളും പാർണശാലകളുമായി കാലത്തിന് ഇന്നും തിരുത്താൻ കഴിയാത്ത വിധം പ്രകൃതിയുമായി കൊട്ടിയൂർ ഇണങ്ങിച്ചേർന്നിരിക്കുന്നു. കേരളത്തിൽ പ്രകൃതിയുമായി ഇത്രയധികം ഇണങ്ങിയ മറ്റൊരു ആരാധനാ ക്ഷേത്രമില്ല. മുതിരേരി കാവിൽ നിന്നും വാൾ കൊട്ടിയൂരേക്ക് വരുമ്പോൾ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് സാക്ഷ്യം വഹിക്കുന്നത്. വാൾ വരുമ്പോൾ ഹരിഗോവിന്ദ എന്നുള്ള ശബ്ദം മാത്രമേ കേൾക്കാൻ കഴിയുന്നുള്ളൂ. വാൾ ആദ്യം കൊണ്ടുപോകുന്നത് ഇക്കരെ കൊട്ടിയൂരേക്കാണ്. ഒരുക്കി കൊടുക്കുക.